ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ റമളാൻ വിട പറയുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയോടുകൂടെയാണ് പരിശുദ്ധ റമളാനിൻ്റെ വിടവാങ്ങലിനെ കാണുന്നത്. സലാം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക യാ ഷഹ്റ റമളാൻ എന്ന് പറഞ്ഞ് വിശ്വാസികൾ നിറകണ്ണുകളോടെ പരിശുദ്ധ റമളാനിനെ യാത്രയച്ചു കൊണ്ടിരിക്കുകയാണ്, യാത്രയപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനത്തിലൂടെ അവൻ നേടിയെടുത്തത് അവൻ്റെ ശാരീരിക, ആത്മീയ, സാമ്പത്തികമായ ഒരുപാട് പരിശുദ്ധികളാണ്. ഒരു വലിയ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഒരു വിശ്വാസി ഈ ഒരു മാസം കഴിഞ്ഞ് പുറത്തു വരുന്നത്. അവൻ്റെ ശിഷ്ടകാലത്തുള്ള ജീവിതത്തിലേക്കുള്ള എല്ലാ എനർജിയും എല്ലാ വിഷയത്തിലും അവൻ നേടിയെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. ക്ഷമയുടെയും സഹനത്തിൻ്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും സാഹോദര്യത്തിൻ്റെയും വിശപ്പിൻ്റെയും പീഡിതരുടെയും ഒക്കെ ഐക്യദാർഢ്യം അവൻ്റെ ജീവിതത്തിൽ ഈ ഒരു മാസം കൊണ്ട് അവൻ നേടിയെടുത്തു കഴിഞ്ഞു. അങ്ങനെയുള്ള വിശുദ്ധ മാസം യാത്ര പോകുമ്പോൾ എങ്ങനെയാണ് ഒരു വിശ്വാസി സങ്കടപ്പെടാതിരിക്കുക? ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അനുയായികളോട്, അല്ലയോ സഹാബാക്കളെ, ഈ പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ രാത്രിയിൽ ആകാശഭൂമികളും മാലാഖമാരൊക്കെ സങ്കടപ്പെടുന്നുണ്ട്. നമുക്ക് ലഭിച്ച ഈ വിശിഷ്ടമായ ഈ വിശുദ്ധമായ പരിശുദ്ധ റമളാൻ യാത്ര പറയുന്ന വിഷയത്തിൽ അവരൊക്കെ സങ്കടപ്പെടുന്നുണ്ട്, കരയുന്നുണ്ട് എന്ന ബക്കത്തി സമാഉ വൽ അർള് വൽ മലായിക, എല്ലാവരും. എന്നിട്ട് അവർ പറയുന്നത് ഉമ്മത്ത് മുഹമ്മദിനുള്ള നഷ്ടം, അവർക്കുള്ള വലിയൊരു പരീക്ഷണമാണ് അവരുടെ മുമ്പിലുള്ളത്, അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നവർ. എന്നിട്ട് അനുചരന്മാരോട് ചോദിച്ചു, നമ്മളല്ലേ ഏറ്റവും ബന്ധപ്പെട്ടത് ഈ പരിശുദ്ധ റമളാനുമായി? നമ്മുടെ കാരണത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ വിഷയത്തിൽ, ഈ പരിശുദ്ധ റമളാൻ വിട പറയുന്ന വിഷയത്തിൽ അവരൊക്കെ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഈ റമളാന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. വിശുദ്ധിയുടെ, പാപമോചനത്തിൻ്റെ, നരകമോചനത്തിൻ്റെ, സ്വർഗീയ പ്രവേശനത്തിൻ്റെയൊക്കെ കാരണമാകുന്ന ഈ പരിശുദ്ധ റമളാൻ അത് യാത്ര പോകുമ്പോൾ തീർച്ചയായും ഒരു വിശ്വാസി സങ്കടപ്പെടാതിരിക്കില്ല, കാര്യം ഉറപ്പാണ്. പരിശുദ്ധ റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ ഇനി 1-2 ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതും ഇന്ന് 29-ാം രാവ്, വളരെ പ്രാധാന്യമറിയിക്കുന്നൊരു ദിവസം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമളാനിലെ അവസാനത്തെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നടത്തുന്നത് ബിഅദദി മാ മള, കഴിഞ്ഞുപോയ കാലത്ത് ദിവസങ്ങളിലൊക്കെ നരകമോചനം എത്ര പേരുടെ നടത്തിയിട്ടുണ്ടോ അത്രയും പേരുടേത് ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹു നടത്തുമെന്നാണ്. അപ്പോൾ 27-ാം രാവോടുകൂടെ അവസാനിച്ചിട്ടില്ല പ്രാധാന്യം. ഇനിയുള്ള ദിവസങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ സമയത്തൊരു വിശ്വാസി ചെയ്യേണ്ട കാര്യം, കഴിഞ്ഞുപോയ അവൻ്റെ ജീവിത സമയങ്ങൾ, പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ഫീഡ്ബാക്ക് എടുക്കലാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. അതുതന്നെയാണ് പ്രവാചക അനുചരന്മാരിൽ പ്രമുഖനായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നൊരു ദിവസം വരാനുണ്ട്, അതിനു മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് നിങ്ങളെ ചോദ്യം ചെയ്യുക. നമ്മുടെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വ്യക്തമായി ചോദ്യം ചെയ്ത് നമുക്ക് പ്രതിഫലം നൽകുന്ന ഒരു ദിവസം, ഒരു ദിനം വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. എല്ലാ കാര്യങ്ങൾക്കും കണക്ക് പറയുന്നൊരു ദിവസമുണ്ട്. എല്ലാ സൗഹൃദങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും പ്രതിഫലം നൽകുന്ന ദിവസം, എല്ലാ തെറ്റുകളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം. ആ ദിവസം എളുപ്പമായിരിക്കും ഹിസാബ് എടുക്കാൻ, കണക്കെടുക്കാൻ, നമ്മൾ ഇവിടെ വെച്ച് തന്നെ അത് ചെയ്യുകയാണെങ്കിൽ. തീർച്ചയായും വിശ്വാസികൾ ചെയ്യേണ്ട വിഷയം, ഈ അവസാന നിമിഷങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ തൊട്ട് നമ്മൾ ആശമുറിയാനായിട്ടില്ല. നമ്മുടെ മുമ്പിലുള്ള
ഇനിയുള്ള നിമിഷങ്ങൾ, ഓരോ നിമിഷങ്ങളും നാം ഈ ഇസ്തിഗ്ഫാറിന് വേണ്ടി, തൗബക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. ഇനി റമദാൻ 30 കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാസപ്പിറവി 29 കണ്ടാൽ, ശവ്വാൽ മാസപ്പിറവി ഉദിച്ചു വന്നാൽ പിന്നെ പെരുന്നാളായി, ആഘോഷത്തിൻ്റെ ദിവസമായി. ആഘോഷമെന്ന് പറയുമ്പോൾ ഈദ് ഉൽ ഫിത്തർ, അത് ഇസ്ലാമിക ചുറ്റുപാടിലൊക്കെ നിന്നുകൊണ്ടുള്ള ആഘോഷമായിരിക്കണം. അത് യൗമുൽ ജായിസയാണെന്ന് ചില ഹദീസുകളിലുണ്ട്. നമുക്ക് സമ്മാനം നൽകാനുള്ള ദിവസമാണ്. ഈ 30 ദിവസക്കാലം നാം ചെയ്ത സേവനങ്ങൾ, നാം ചെയ്ത സുഹൃതങ്ങൾ, തറാബീഹ് നിസ്കാരമായാലും പരിശുദ്ധ ഖുർആൻ പാരായണമായാലും അദ്കാറുകളായാലും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സമ്മാനം നമുക്ക് ലഭിക്കുന്ന ദിവസമാണ് യൗമുൽ ഈദ് എന്ന് ഹദീസുകളിൽ നോക്കിയാൽ നമുക്ക് കാണാം. അപ്പോൾ യൗമുൽ ജായിസ എന്നും ഈ ദിവസത്തിൻ്റെ പേരുണ്ട്. അതുപോലെ തന്നെ സന്തോഷിക്കാൻ, അള്ളാഹുവിൻ്റെ സന്തോഷത്തിൻ്റെ, നമുക്ക് നൽകാൻ പോകുന്ന റഹ്മത്തിൻ്റെ ആ ഒരു വലിയ മഴ തന്നെ, പെരുമഴ തന്നെ നമുക്ക് ലഭിക്കുന്ന ദിവസമാണ് പെരുന്നാൾ ദിവസം. അതുകൊണ്ട് തന്നെയാണ് അന്ന് നമ്മൾ സന്തോഷിക്കണം, ആഹ്ലാദിക്കണം. പക്ഷേ ഒക്കെ പരിമിതികളുണ്ട് അതിന്. ഇസ്ലാമിക മാനത്തിന് അകത്തു നിന്നുകൊണ്ടായിരിക്കണം നമ്മുടെ സന്തോഷവും നമ്മുടെ ആഘോഷവും ഒക്കെ. പലപ്പോഴും നമ്മുടെ സന്തോഷങ്ങളും ആഘോഷങ്ങളൊക്കെ അതിരുവിടാറുണ്ട്. അത് പെരുന്നാൾ ആഘോഷം എന്നല്ല, നമ്മൾ നടക്കുന്ന പല ആഘോഷങ്ങളും അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ അതിരുവിടാൻ പാടില്ല. ഇസ്ലാമിക ആശയാദർശങ്ങൾക്ക് അനുസൃതമായിട്ട് ഇസ്ലാമികമായ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള ഒരു ആഘോഷമായിരിക്കണം നമ്മുടെ മുമ്പിലുണ്ടാകേണ്ടത്. റോഡുകൾ ബ്ലോക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, മറ്റു വിഷമങ്ങളുണ്ടാക്കി അങ്ങനെ ആഘോഷിക്കേണ്ടതല്ല പെരുന്നാൾ എന്ന് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധം, അയൽവാസികളുമായിട്ടുള്ള ബന്ധം എന്ന് വേണ്ട, നമ്മുടെ ഫ്രണ്ട്സ്, കൂട്ടുകാർ എല്ലാവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക, അവരുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ അയൽവാസികളുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ, ഭക്ഷണ വിതരണം, അവരുമായിട്ടുള്ള സന്തോഷങ്ങളിലൊക്കെ പങ്കുചേരുക. ഇതൊക്കെയാണ് ഈ പെരുന്നാളിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ വിഷയം, ഇന്ന് വർഗീയവാദത്തിനും വർഗീയതക്കും അന്യമത വിദ്വേഷത്തിനുമൊക്കെ അതിനൊക്കെയുള്ള വഴികൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് നമ്മൾ സഹോദര സമുദായങ്ങളുമായിട്ടുള്ള ആ സഹിഷ്ണുതയും ആ സ്നേഹവും ആ ഐക്യവും നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. പ്രത്യേകിച്ച് അയൽവാസികളോടുള്ള സ്നേഹത്തിൽ നമ്മളൊരു കുറവും വരുത്താൻ പാടില്ല. പരിശുദ്ധമായ ഇസ്ലാം വർഗീയതക്കെതിരാണ്. ഒരിക്കലും ഇസ്ലാം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മതങ്ങൾ തമ്മിൽ യാതൊരു സൗഹൃദക്കുറവുമില്ല. ഓരോ മതങ്ങളും ലക്കും ദീനുക്കും വലിയ ദീൻ. ഓരോ മതത്തിനും ആ മതത്തിൻ്റെതായ ചില കെട്ടുകളും ചില ധർമ്മങ്ങളും ഒക്കെയുണ്ട്. അതനുസരിച്ച് അത് നീങ്ങും. മതങ്ങൾ തമ്മിൽ ഒരു സൗഹാർദ്ദക്കുറവുമില്ല. പക്ഷേ ഇവിടെയുള്ള സൗഹാർദ്ദക്കുറവ് മനുഷ്യർ തമ്മിലാണ് എന്നുള്ള വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മതത്തിൻ്റെ മേൽ വെച്ച് കെട്ടുകയാണ്. പരിശുദ്ധ ഇസ്ലാം ഒരു ഇസ്ലാമിക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ റിയൽ മുസ്ലിം ആകണം. ഒരു ക്രിസ്ത്യാനി അദ്ദേഹം റിയൽ ക്രിസ്ത്യൻസ് ആവണം. ഒരു ഹിന്ദു ആണെങ്കിൽ അവന് യഥാർത്ഥ ഹിന്ദു ആകണം, റിയൽ ആവണം. ആ റിയാലിറ്റി നഷ്ടപ്പെട്ടതാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ കാരണമെന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ മതങ്ങളും ആ മതത്തിൻ്റെ ആശയാദർശങ്ങളുമായി മുന്നോട്ട് പോയാൽ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല, ഒരു സംഘടനകളും ഉണ്ടാകില്ല. അത് മനുഷ്യർ തമ്മിൽ, അവർ തമ്മിലുള്ള ഐക്യമാണ് ഇവിടെ വേണ്ടത്. മതങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം, നാം നമ്മുടെ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ആഘോഷം ഇസ്ലാമിക ചുറ്റുപാടിൽ നിന്നുകൊണ്ടാവണം എന്നാണ് എനിക്ക് ഈ സമയത്ത് ഉണർത്താനുള്ളത്. പരിശുദ്ധ റമദാൻ വിട പറയുമ്പോൾ റമദാൻ നമ്മോട് പറയുന്നുണ്ട്, ഞാൻ ഇനിയും വരുമെന്ന്. പക്ഷേ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ റമദാൻ നിശബ്ദമാണ്. റമദാനോട് നമ്മൾ ചോദിക്കുന്നു, ഇനി വരുമ്പോൾ ഞാൻ ഉണ്ടാകുമോ ഇല്ലയോ എന്ന്. അതിന് റമദാനിന് മറുപടിയില്ല. അതിൻ്റെ മുമ്പിൽ റമദാൻ നിശബ്ദമാണ്. അപ്പോൾ ഇനിയും നമുക്ക് റമദാനുകൾ നമുക്ക് സ്വീകരിക്കണം. വിശുദ്ധ റമദാൻ നമുക്ക് കഴിയണം, ഇനിയും നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. അതിനുവേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. ഈ 1-2 ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് രാത്രി 29-ാം രാവും നാളെ 30-ഉം. അവസാന ദിവസങ്ങളിൽ
വളരെ സൂക്ഷിക്കേണ്ട ദിവസങ്ങളാണ്. ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ട് നമ്മുടെ കർമ്മങ്ങൾ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കുറവുകൾ നമുക്ക് വരുത്താനുണ്ടെങ്കിൽ, മൈനസ് നെഗറ്റീവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു വേദിയാണ്, ഒരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിലുള്ള ഇനിയുള്ള ദിവസങ്ങൾ എന്നുകൂടെ സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രേക്ഷകരോട് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത്, വരുന്ന ആഘോഷമായ ചെറിയ പെരുന്നാൾ, ആ ചെറിയ പെരുന്നാളിൽ എല്ലാവരും ഈ ദീനിൻ്റെ മതപരമായ ചിട്ടകൾ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു ആഘോഷങ്ങൾക്കുള്ള ഒരു പ്രാധാന്യമായിരിക്കണം നമ്മൾ നൽകേണ്ടത് എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഇവിടെ വാങ്ങുന്ന പരിശുദ്ധ റമദാനിൻ്റെ എല്ലാവിധ അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. വരാൻ പോകുന്ന ഈദുൽ ഫിത്തറിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.